സമൂഹ മാധ്യമങ്ങളെ വിടാതെ കേന്ദ്ര സർക്കാർ. അത് സ്വാഭാവികമാണല്ലോ. യൂട്യൂബും എക്സും ഗൂഗിളും നിരീക്ഷണത്തിൽ. വീഡിയോകൾ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രത്യേക പരിശോധന. നിലവിൽ അൽഗോരിതം മാറ്റണമെന്ന് കേന്ദ്ര സർക്കാർ മെറ്റയോട് ആവശ്യപ്പെട്ടിരുന്നു. മെറ്റയുമായി കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തും. CJP സമരത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളെ വേട്ടയാടുന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ തുടരുന്നു. അതിൽ ചുരുക്കത്തിൽ CJPക്ക് BJPയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായത് CJPയുടെ ആശയങ്ങളെല്ലാം കാട്ടുതീ പോലെ പടർന്നതൊക്കെ കേന്ദ്ര സർക്കാരിനെ തെല്ലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നതല്ലേ? ഉറപ്പായും അത് തന്നെയാണ് കാരണം. അരുൺകുമാർ, പ്രതിപക്ഷത്തിന്റെ ആരോപണം അനുസരിച്ച് CJPക്ക് വലിയ തോതിൽ പ്രചാരം സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചു. BJPയേക്കാൾ 10 മടങ്ങ് വീഡിയോകൾ പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രതിപക്ഷ നേതാക്കളുടെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച രാഷ്ട്രീയ നേതാക്കളുടെയും പാർട്ടികളുടെയും ഒരു പട്ടിക പുറത്തു വന്നിരുന്നു. ആദ്യ സ്ഥാനത്ത് കോൺഗ്രസ് ആണ്, 2ാം സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയാണ്, 3ാമതും 4ാമതുമൊക്കെയാണ് BJPയും നരേന്ദ്രമോദിയും എത്തുന്നത്. ഇക്കാര്യത്തിൽ കടുത്ത ആശങ്ക അത് BJPക്കുണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതായാലും വരുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് മെറ്റയോട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രൂപത്തിൽ വലിയൊരു അട്ടിമറി വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് പോകുന്ന രൂപത്തിൽ സമൂഹ മാധ്യമത്തിലടക്കം വിപ്ലവം ഉണ്ടാക്കി CJP. അതിന് പിന്നാലെ പ്രധാനമന്ത്രി ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. 5 മണിക്കൂർ നേരത്തേക്ക് ഫേസ്ബുക്കിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ സെൽഫി വീഡിയോ അപ്രത്യക്ഷമായി. ഇക്കാര്യത്തെ തുടർന്നാണ് മെറ്റയെ വിളിച്ചു വരുത്തി കൂടുതൽ ജാഗ്രത വേണം എന്ന ആവശ്യവും കൂടുതൽ നിയന്ത്രണങ്ങൾ വേണം എന്ന ആവശ്യവും മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ കൂടുതൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ വരുതിയിലാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. മെറ്റയ്ക്ക് പുറമെ, മെറ്റയ്ക്ക് കീഴിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ വരും. അതിന് പുറമെ യൂട്യൂബ്, ഒപ്പം ഗൂഗിൾ, എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളെ കൂടി വരുതിയിലാക്കാനുള്ള നീക്കമുണ്ട്. ഇവർ കൂടി നിരീക്ഷണത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ, ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ സജസ്റ്റ് ചെയ്തു വരുന്ന ചില കണ്ടന്റുകളുണ്ട്. ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഈ അൽഗോരിതം പ്രവർത്തിക്കുന്നത് എന്നാണ് കേന്ദ്രം ചോദിക്കുന്നത്. പലപ്പോഴും സർക്കാരിന് വിരുദ്ധമായ ചില വീഡിയോകൾ അങ്ങനെ വരുന്നുണ്ട്. ഇതിൽ നിയന്ത്രണം വേണം, അൽഗോരിതം മാറ്റണം എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. ഇതിൽ വലിയ പ്രതിഷേധം, വിമർശനം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ, എന്നേക്കാൾ കൂടുതൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഉണ്ടാവുന്നത്? ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? അവർ പറയുന്നതിൽ കഴമ്പുള്ളത് കൊണ്ട്, അവർ പറയുന്നത് കാര്യമായതുകൊണ്ട്, അവർ പറയുന്നത് കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടും. അതിന് മൈക്ക് ഓഫ് ആക്കിയിട്ടോ, യൂട്യൂബിലെ അൽഗോരിതം മാറ്റിയിട്ടോ, സെർച്ച് എഞ്ചിനിലെ അൽഗോരിതം മാറ്റിയിട്ടോ ഒന്നും കാര്യമില്ല. എല്ലാ അൽഗോരിതങ്ങൾക്കും അപ്പുറം പ്രവർത്തിക്കുന്ന ഒന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു: വിവേകം, തിരിച്ചറിവ്. അതിനെയൊന്നും യൂട്യൂബിൻ്റെയും ഗൂഗിളിൻ്റെയും അൽഗോരിതം കൊണ്ട് മാറ്റാൻ പറ്റില്ല. അതാണ് പാർട്ടികൾ തെളിയിക്കുന്നത്. അപ്പോൾ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് Gen Z, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് cockroaches.